ആരോഗ്യം അമൂല്യം. ഇൻസോംനിയ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ BPSB ആയുർവേദ കോളേജിലെ കായചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുജിത VK. മനുഷ്യൻ അവരുടെ ആയുസ്സിന്റെ ശരാശരി 1/3 ഉറക്കത്തിനു വേണ്ടി ചിലവഴിക്കുന്നു. ഉറക്കത്തിന്റെ ദൈർഘ്യം വ്യക്തികളുടെ പ്രായത്തെയും ജീവിത സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിലും ശരാശരി ഒരു മനുഷ്യൻ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നതായി കണക്കാക്കപ്പെടുന്നു. ശരിയായ അളവിലുള്ള നിദ്ര ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങളുടെ പുനരുദ്ധാരണത്തിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും ഓർമ്മശക്തിയുടെ ഏകീകരണത്തിനുമെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഉറക്കം നഷ്ടപ്പെടുക മൂലമുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഇൻസോംനിയ. ഇതിൽ രോഗിക്ക് കിടന്നതിനു ശേഷം ഉറക്കം ലഭിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഉറങ്ങിയതിനു ശേഷം കൂടെ ഉണരുക, അതുമല്ലെങ്കിൽ ഉറക്കം പൂർണ്ണമാകാതെ ഉണരുകയും പിന്നീട് ഉറക്കം കിട്ടാതിരിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം രോഗികൾക്ക് ഉറങ്ങുവാൻ അനുകൂല സാഹചര്യങ്ങൾ ലഭിച്ചാലും അമിതമായ ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ഉറങ്ങുവാൻ സാധിക്കുകയില്ല. ഈ ലക്ഷണങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഉണ്ടാവുകയും 3 മാസത്തോളം അതിലധികമോ തുടർന്നു നിൽക്കുകയും ചെയ്താൽ ഈ അവസ്ഥയെ ഇൻസോംനിയായി രോഗനിർണയം നടത്തപ്പെടാവുന്നതാണ്. നിരവധി കാരണങ്ങൾ ഇൻസോംനിയ എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുമെങ്കിലും ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങൾ, പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവയും ഉയർന്ന രക്തസമ്മർദ്ദം, ആസ്മ, പാർക്കിൻസൺസ് രോഗം തുടങ്ങിയ പല രോഗാവസ്ഥകളിലും ഇൻസോംനിയയ്ക്ക് കാരണമാകുന്നു. സാധാരണയായി ഈ രോഗം 2 തരത്തിൽ കണ്ടുവരുന്നു. ആദ്യത്തേത് ഒരു രോഗത്തിൻ്റെയും അനുബന്ധമില്ലാതെ തന്നെ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഇതിനെ പ്രൈമറി ഇൻസോംനിയ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് ഏതെങ്കിലും രോഗത്തിൻ്റെ അനുബന്ധമായി ഉണ്ടാകുന്ന ഉറക്കക്കുറവാണ്. ഇതിനെ സെക്കൻഡറി ഇൻസോംനിയ എന്നറിയപ്പെടുന്നു. ഇൻസോംനിയ രോഗികൾക്ക് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ അവർ പകൽ സമയങ്ങളിൽ അമിതമായി ഉറങ്ങിപ്പോവുക, അമിതമായ ക്ഷീണം, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ വരിക എന്നിവയാണ്. ആയുർവേദത്തിൽ ഈ രോഗാവസ്ഥയെ നിദ്രാനാശം അഥവാ അനിദ്ര എന്ന രോഗാവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയപ്പെടുന്നു. നിദ്രാനാശത്തിന്റെ ചികിത്സയിൽ രോഗി രോഗാവസ്ഥ മനസ്സിലാക്കി ചികിത്സാ തത്വങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് വേണ്ടത്. ഇതിൽ പ്രൈമറി ഇൻസോംനിയ അഥവാ സ്വാഭാവിക നിദ്രാനാശത്തിന് രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾക്കനുസരിച്ച് വേണം ഔഷധങ്ങൾ പ്രയോഗിക്കുവാൻ. ഇത്തരം രോഗികൾ വിവിധ തരം ഔഷധങ്ങളാൽ പാകം ചെയ്ത പാൽക്കഷായങ്ങൾ, നെയ്യുകൾ എന്നിവ സേവിക്കുന്നതും ഔഷധസിദ്ധമായ എണ്ണകൾ കൊണ്ട് നെറുകയിൽ തളം വയ്ക്കുന്നതും ശിരോധാര, ശിരോവസ്തി എന്നിവയും തലയിലും ചെവിയിലും കൈക്കാലടിയിലും തൈലങ്ങൾ തേച്ച് തലോടുന്നതും ഉറക്കം ലഭിക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ സുഖനിദ്ര ലഭിക്കുവാൻ ശരിയായ രീതിയിലുള്ള പഥ്യാചാരങ്ങൾ അത്യാവശ്യമാണ്. നിത്യവും എണ്ണ തേച്ച് കുളിക്കുക, രാത്രി പതിവായി ഒരേ സമയത്തുറങ്ങുക, ശരിയായ രീതിയിലുള്ള മലശോധന, ഉറങ്ങുന്നതിനു മുമ്പ് മാനസികവും വൈകാരികവുമായ ശാന്ത സ്വഭാവം കൈവരിക്കുക, കിടക്കുന്നതിനു മുമ്പ് അരമണിക്കൂർ നടന്ന് അല്പനേരം വിശ്രമിച്ചതിനു ശേഷം ഉറങ്ങാൻ കിടക്കുക, വായുസഞ്ചാരവും വൃത്തിയുമുള്ളതായ മുറി ഉറങ്ങുവാൻ ഉപയോഗിക്കുന്നതും, പ്രാണായാമം പോലുള്ള ഉചിതമായ യോഗാസനങ്ങൾ അഭ്യസിക്കുന്നതും, കിടക്കുന്നതിനു മുമ്പ് ചെറു ചൂടുള്ള പാൽ അല്പം പഞ്ചസാര ചേർത്ത് കഴിക്കുന്നതും സുഖനിദ്ര ലഭിക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ സെക്കൻഡറി ഇൻസോംനിയ അഥവാ രോഗാനുബന്ധമായി ഉണ്ടാകുന്ന നിദ്രാനാശത്തിൽ അതിനു കാരണമായ രോഗാവസ്ഥയെ മനസ്സിലാക്കി അതിന് ഉചിതമായ ചികിത്സാ തത്വങ്ങളെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് കൂടുതൽ ഫലപ്രാപ്തി പ്രദാനം ചെയ്യുക. ഇൻസോംനിയ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ BPSB ആയുർവേദ കോളേജിലെ കായചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുജിത VK.